ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒറ്റയടിക്കാണ് സബ്സ്ക്രൈബേഴ്സ് 140 സബ് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ അത്രയും സബ് ഒറ്റയടിക്ക് കൂടിയത് എങ്ങനെയാണെന്ന് പറയാനും പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് എൻ്റെ യൂട്യൂബിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എങ്ങനെയാണ് ഉയർന്നു വന്നതെന്നുള്ളതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതെല്ലാവരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ള് വരെ കാണുക. എന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് എൻ്റെ ഈ ഡാൻസ് വീഡിയോസ് ഇങ്ങനെയുള്ള ഓരോരോ വീട്ടിലെ വീഡിയോസാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അതായത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചെറിയ കണ്ടൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വിജയുടെ എലക്ഷൻ്റെ കാര്യങ്ങൾ വന്നത്. വിജയ് ചീഫ് മിനിസ്റ്ററായിട്ട് പോസ്റ്റിലേക്ക് വരുന്നതുമല്ല. അപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. എൻ്റെ ഓൺ വോയിസിൽ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ മാക്സിമം എനിക്ക് മുമ്പ് ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഈ അക്കൗണ്ട് ഞാൻ തുടങ്ങിയത് തന്നെ ഞാൻ കയ്യോട്ടി കളിക്ക് പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ കയ്യോട്ടി കളി ഡാൻസിൻ്റെ കുറച്ച് റീച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ കൂടുതലും ആ വീഡിയോസാണ് ഇട്ടിരുന്നത്. അതിൻ്റെ ലോങ് വീഡിയോസ് ഫ്യൂഷൻ സോങ്സ് ആണ്. അപ്പോൾ ലോങ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിടുമ്പോൾ ഞാൻ ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് ഈ കോപ്പിറൈറ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോപ്പിറൈറ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ താഴെ കോപ്പിറൈറ്റ് വന്നാലും അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ ലോങ് വീഡിയോയ്ക്ക് താഴെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കോപ്പിറൈറ്റ് അത് ഇതിൻ്റെ ഷോർട്ട് ഇട്ടപ്പോൾ ഒരിക്കൽ കോപ്പിറൈറ്റ് വന്നു, അധികം വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ എന്താണെന്ന് ഈ ബ്ലോക്ക്ഡ് എന്ന് ലിമിറ്റഡ് എന്ന് കാണിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ കുറച്ച് ഗവേഷണം നടത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഇതിലുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ അപ്പോൾ അതിൻ്റെ സോങ് മ്യൂട്ട് ചെയ്ത് പിന്നെ അങ്ങനെയാണ് ഇടാൻ തുടങ്ങിയത്. അത് യൂട്യൂബ് സ്റ്റുഡിയോയ്ക്ക് കയറുമ്പോൾ അതിനകത്ത് നന്നായിട്ട് വ്യക്തമായിട്ട് പറയും കോപ്പിറൈറ്റ് അത് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള അതിനുള്ള ഒരു സൊല്യൂഷൻ വരെ അവരതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ലോങ് വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കയ്യോട്ടിക്കളിയുടെ സോങ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ഓൺ ഓഡിയോ അല്ലായിരുന്നു. അതായത് ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഓഡിയോ ഡയറക്റ്റ് വരെ ആയിരുന്നു. അപ്പോൾ അതിൽ ഇടയ്ക്ക് ആൾക്കാർ സംസാരിക്കുന്നത് പിന്നെ വേറെ ആൾക്കാരുടെ വോയിസ് ഓവറും കാര്യങ്ങളും എല്ലാം ഇതിലിങ്ങനെ ഹിറ്റായിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കിനും ഇതിൽ കോപ്പിറൈറ്റ് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തത് യൂട്യൂബ് സ്റ്റുഡിയോ വഴിയാണ്. അതിലെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഇതിൽ അവർ തന്നെ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗത്തുള്ള പോർഷൻസ് കട്ടായി പോകുന്ന സോങ്സ്, അത് മാത്രമേ ഉള്ളൂ വിഷയം. അത് കുഴപ്പമില്ലാതെ കോപ്പിറൈറ്റ്സ് മൊത്തം അതിനെക്കുറിച്ച് മൊത്തം പഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ അത് മൊത്തം ക്ലിയർ ചെയ്തിട്ടാണ് ഇന്നത്. പിന്നെ വീഡിയോസ് സംബന്ധിച്ചിടത്തോളം വിജയുടെ വീഡിയോസ് അല്ലെങ്കിൽ ആരുടെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിപ്പോൾ വിജയുടെ വീട്ടിൽ പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതിപ്പോൾ എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ പിണറായി ഇറങ്ങിയതും ഇപ്പോൾ VD സതീശൻ കയറിയതൊന്നും നമുക്ക് ആരുടെ മുമ്പിൽ പോയി നിന്ന് എടുക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ അത് പാവങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരിടുന്ന വീഡിയോസ് തന്നെയാണ് നമുക്ക് അതിന് എഡിറ്റ് ചെയ്ത് കൂടുതൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അതായത് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് അധികം കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഇല്ല. എന്നാലും കോപ്പിറൈറ്റ് വരും, പക്ഷേ അധികം ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അതായത് ഞാൻ ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ നിന്നിട്ട് 1-2 വീഡിയോസ് ഇങ്ങനെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ സ്പോട്ടിൽ അറിയാൻ പറ്റും. ലിമിറ്റഡ് എന്ന് പറഞ്ഞത് കാണിക്കും. അപ്പോൾ തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇൻഷോട്ടിലാണ് അതായത് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് കട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതെല്ലാം ഇൻഷോട്ടിലാണ്. അതിൽ നമുക്ക് ആ വോയിസ് വേടുന്ന ഭാഗം മാത്രം എടുത്ത് ആ ബാക്കി ഭാഗം മ്യൂട്ട് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ അതിൽ ട്രാൻസിഷൻസ് കയറ്റി പിന്നെ അതിൽ നമ്മുടെ നെയിം ലാബിൽ ചെയ്ത് ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. ഈ പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റൊരാളുടെ വീഡിയോ നമ്മൾ എടുത്തങ്ങ് പോസ്റ്റ് ചെയ്യുവാണ്. പക്ഷെ അങ്ങനെ ഇട്ടാൽ ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ലെന്നല്ല, വേറൊരു വീഡിയോ, അതായത് എൻ്റെ ഓൺ വീഡിയോ ഞാൻ ബ്ലാക്ക് സാരി എടുത്തൊരു വീഡിയോ, ഷീസ് ഇൻ ബ്ലാക്ക് സാരി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഇതിലെ ഒറിജിനൽ കണ്ടൻ്റ് ആയിരുന്നു. അതായത് ഇൻസ്റ്റഗ്രാമിലുള്ള അതേ ഡയലോഗായിരുന്നു. അതിൽ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതെടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഒരു സാരി എടുത്തൊരു വീഡിയോ ആയിരുന്നു. അതെടുത്ത് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കോപ്പിറൈറ്റ് കാണിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് കിട്ടും, നമുക്ക് വ്യൂസ് കിട്ടത്തില്ല. ഇതെന്തായാലും ബ്ലോക്ക് ആവും. അത് മെയിനായിട്ട് നടക്കുന്ന സംഭവം. പക്ഷെ ഞാനിത് അറിയാവുന്നുള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്താലും ഇത് കോപ്പിറൈറ്റ് ആവും. പക്ഷേ ഇതിൽ നമ്മളതായിട്ടുള്ള രീതിക്ക് അത് എഡിറ്റ് ചെയ്ത് വേറെ 2-3 വീഡിയോസ് എടുത്ത് തന്നെ അത് കട്ട് ചെയ്ത് ഇതിനെ നമ്മുടേതായ രീതിക്കാണ് നമ്മളിത് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. അതിൽ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷനായി
ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നോക്കിയാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ ഈ വലിയ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ, കയോട്ടി കളിയുടെ വലിയൊരു, അതിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് സോൾവ് ചെയ്ത് പോകാൻ പറ്റി. കോപ്പിറൈറ്റിൽ അങ്ങനെ ഏറ്റവും കിടന്ന കോപ്പിറൈറ്റ് മാത്രം കിടന്നൊരു അക്കൗണ്ടായിരുന്നു എൻ്റെ, സത്യം പറയാൻ. അതായത് എൻ്റെ ഓൺ വീഡിയോ അല്ലാതെ ഞാൻ ഈ കയോട്ടി കളിയുടെ എടുത്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചു തരാം. മൊത്തം കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ കോപ്പിറൈറ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. പക്ഷെ അതൊരിക്കലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല. അതായത് മറ്റൊരാളുടെ വീഡിയോ നമ്മൾ കോപ്പി അടിച്ചതല്ല, ഞങ്ങളുടെ വീഡിയോ തന്നെ ഞങ്ങൾ അതിൽ മറ്റുള്ളവരുടെ വോയിസ് ഓവർ വന്നിട്ട്, അതായത് സൗണ്ട് അവരുടെ സംസാരം വന്നിട്ട് ആ ഒരു കോപ്പിറൈറ്റാണ്. അത് ഒരിക്കലും ഇതിന് അഫക്റ്റ് ചെയ്യുന്നതല്ലാതെ അവർ തന്നെ ക്ലിയർ ആയിട്ട് എഴുതി കാണിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എൻ്റെ ഈ വീഡിയോസിൽ എനിക്ക് ഇതുവരെയായിട്ടും ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂസോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. കാരണം ഇതേപോലെ കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഓരോരോ, അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓരോരോ ആനുകൂല്യങ്ങൾ, അവരുടെ ഓരോരോ റീസെൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതെല്ലാവരും നമുക്ക് നേരെ ഗവൺമെൻറ്റിൽ പോയി ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ, ChatGPT അങ്ങനെയുള്ള ഓരോരോ സംഭവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്ത് AI കണ്ടന്റ് ആണോ എന്ന് വരെ അവരതിൽ യൂട്യൂബുകാർ അവിടെ ചോദിക്കുന്നുണ്ട്. AI കണ്ടന്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ കൊടുക്കണം, AI കണ്ടന്റ് അല്ലെങ്കിൽ അതല്ല എന്ന് തന്നെ കൃത്യമായിട്ട് കൊടുക്കണം. അതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുണ്ട്. എല്ലാ കാര്യത്തിനും അവിടെ യൂട്യൂബ് ഇരിപ്പുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കള്ളത്തരവിൽ കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മുടേതായ ശൈലിക്ക് തന്നെ ചെയ്ത് അതിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി കോപ്പിറൈറ്റ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോയാലും വീഡിയോസ് എഡിറ്റ് കട്ട് ചെയ്താലും ഇതിൻ്റെ ഈ മ്യൂസിക് അൺമ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഒഫീഷ്യൽ മ്യൂസിക് വഴി യൂട്യൂബിൽ നിന്നും കോപ്പിറൈറ്റ് കിട്ടാത്ത സോങ്സ് കേട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കൽ ചെയ്യാവൂ. ഒരിക്കലും മറ്റൊരാളുടെ വീഡിയോയിൽ നിന്നും അതേപോലെ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതുവരെ കോപ്പിറൈറ്റ് ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. ഇപ്പോൾ ഇതുവരെ മുമ്പ് ആ കയോട്ടി കളിയുടെ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എനിക്ക് 100 സബ് കിട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്കാനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഒരുപാട് താങ്ക്സ്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ ഈ വോയിസ് ഓവർ എന്നിട്ട് എൻ്റെ മക്കൾ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. ഇന്ന് സൺഡേ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ ഭയങ്കര ബഹളമാണ്. അത് ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ അതിൻ്റെ ടൈം ഇല്ലാത്തത് കൊണ്ടും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നതിൻ്റെ അസൈൻമെൻറ്റും കാര്യങ്ങൾ കുറച്ച് എഴുതാണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ട് ഒരുപാട് എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വോയിസ് ഓവർ മിസ്റ്റേക്കുകളും പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ്. ഞാൻ നിങ്ങളിൽ ഒരാളാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളിൽ ഒരാളായി കാണുക. താങ്ക് യു സോ മച്ച്.